ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തട്ടോ. പിന്നെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഓട്ടോ എടുക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 5 മണി 5:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ ഇവിടെ വർക്ക് ആയതുകൊണ്ട് ഭയങ്കര തിരക്കാട്ടോ ബീച്ചിൽ. വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സൗകര്യമില്ല. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ പാർക്കിംഗ് ഇല്ലാത്തടത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനും കിട്ടും. അപ്പോൾ അതൊന്നും വേണ്ട വിചാരിച്ച് നമുക്ക് റണ്ണിങ്ങിൽ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്ന ഞാനല്ല, ചെക്കനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാട്ടോ ജിദ്ദയിലെ ബീച്ച്, അബുഹൂർ ബീച്ച് ഇട്ടാ. അബുഹൂറിലാണ് ഒട്ടകദവാറിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചാണിത്. ഇവിടെ അത്ര വലിയ സെറ്റപ്പൊന്നുമില്ല, പക്ഷേ കൂറദവാറിൻ്റെ അവിടെ വലിയ ബീച്ചാട്ടോ. നല്ല സെറ്റപ്പൊക്കെ ആക്കി നവീകരിച്ച് സെറ്റപ്പായ ബീച്ചാണ്. പക്ഷേ എന്താണ് വെച്ചാൽ ഈ ബീച്ച് നവീകരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വർക്ക് ആ തലക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുള്ളതുകൊണ്ട് അടച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഭാഗത്ത് ഭയങ്കര തിരക്കാണ്. കുറച്ച് ആളുകൾ കൂടുതൽ ആൾക്കാരൊന്നും വരില്ല, എന്നാലും തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വർക്ക് ചെയ്യാൻ സൗകര്യങ്ങളൊക്കെ കുറവാട്ടോ. സാധാരണയായിട്ട് അപ്പുറം ഭാഗം ഇത് ഒരുപാട് ഭാഗം ഇപ്പോൾ വർക്കിനും വേണ്ടിയിട്ട് അടച്ചിട്ടുണ്ട്, കുറച്ച് ഭാഗം മാത്രമേ ഓപ്പൺ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ അബുഹൂറിലുള്ള ബീച്ച്. ഇവിടെ ആദ്യം ഇറങ്ങാനൊക്കെ പറ്റിയിരുന്നു, നമുക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അടച്ച് അവിടെ ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് ഗാർഡന് വർക്ക് അതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് അവരെടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല. പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പാർക്ക് ചെയ്യണം, ഈ കോലത്തെ ഒരു പാർക്ക് ചെയ്യണം. ചിലപ്പോൾ മുറൂറ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈന് കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 500 റിയാൽ 300 റിയാലൊക്കെ ഫൈൻ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റണ്ണിങ്ങിൽ അങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ സൂര്യനൊക്കെ അസ്തമിക്കാനായിട്ടുണ്ട്. സമയം 6 മണിയൊക്കെ ആയി വരുന്നു. 6:50 ഒക്കെ സമയമായപ്പോൾ സൂര്യൻ അങ്ങനെ കടലിലേക്ക് ഇറങ്ങട്ടോ. അപ്പോൾ ആളുകളൊക്കെ കുറേ ആളുകളുണ്ട് കേട്ടോ ഈ സൈഡിൽ, പാർക്കിൻ്റെ സൈഡിൽ, ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ബോട്ടിങ് എല്ലാ സൗകര്യമുണ്ട്. ബോട്ടിങ് 150 റിയാലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 150 റിയാലാണ്. ഇപ്പോൾ കൂടിയിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ കുറച്ച് ഭാഗം മാത്രമേ ഓപ്പൺ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നല്ല സെറ്റപ്പാക്കി ബീച്ച് ഏകദേശം 2-3 മാസം കൊണ്ട് വലിയ പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കും ഓപ്പൺ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തീരാൻ സാധ്യത ഉണ്ട്. ഇതിലും സെറ്റപ്പായിട്ടുള്ള ബീച്ചാണ് ഈ കൂറദവാറിൻ്റെ അടുത്ത്. കൂറദവാർ പറഞ്ഞാൽ ബോളാട്ടോ, അങ്ങനെയാണ് പറയുക. ഒട്ടകദവാർ എന്ന് പറയുമ്പോൾ ദവാർ ജമലാണ്. ഈ ചങ്ങായി ഇത് അൽക്കുലത്ത് എന്തൊക്കെ ഈ ഓലൊക്കെ പറയുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കണേ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം.